പ്രിയമുള്ള ഡോക്ടർ മാരാർജി പ്രേക്ഷകരെ, ഞാൻ നിങ്ങളുമായി സംവേദിക്കുന്ന വിഷയം ഒരു ഗ്രഹത്തിൻ്റെ ചാരവശാലുള്ള മാറ്റമാണ്. ജ്യോതിഷത്തിൽ രണ്ട് ആചാര്യഗ്രഹങ്ങളാണ്. ഒന്ന് ദേവാചാര്യനായ വ്യാഴം, മറ്റൊന്ന് അസുരാചാര്യനായ ശുക്രൻ, ഭൃഗുപുത്രനായ ഭാർഗവൻ. ശുക്രനാകുന്നു ജ്യോതിഷത്തിൽ ഭൗതിക സുഖത്തിൻ്റെ കാരകൻ. അപലാഭോഗയാനാനി ശുക്രഹ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപല സ്ത്രീ, ഭോഗം ലൈഫിലുള്ള സുഖഭോഗങ്ങൾ, മെറ്റീരിയൽ പാർട്ട് ഓഫ് യുവർ ലൈഫ്. മറ്റ് എല്ലാ ആഡംബര വാഹനങ്ങളും, ആഭരണങ്ങൾ, സമ്പത്തുകൾ, കിടക്ക, ഉപകരണങ്ങൾ, കാർ തുടങ്ങി എന്തൊക്കെയാണോ ഭൗതിക സുഖത്തിന് നമുക്ക് ഉപകരിക്കുന്നത്, ഇതൊക്കെ തന്നെ ശുക്രൻ്റെ കാരക ധർമ്മങ്ങളാകുന്നു. കഴിഞ്ഞ കുറച്ചു ദിനങ്ങളായി ശുക്രന് നീചസ്ഥിതിയായിരുന്നു. ശുക്രൻ്റെ നീചസ്ഥിതി കന്നിയിലാണ്. കന്നി 27-നാകുന്നു ശുക്രൻ്റെ അതിനീചസ്ഥിതി. ശുക്രൻ്റെ ഉച്ചക്ഷേത്രം മീനമാകുന്നു. അതേ രീതിയിൽ മീനം 27-ന് ശുക്രൻ അത്യുച്ചത്തിൽ പ്രവേശിക്കുന്നു. ശുക്രൻ്റെ സ്വന്തം ക്ഷേത്രങ്ങൾ ഇടവം രാശിയും തുലാൻ രാശിയുമാകുന്നു. ഇടവൻ രാശി സ്വന്തം ക്ഷേത്രം, തുലാൻ രാശി സ്വക്ഷേത്രവും മൂലക്ഷേത്രവുമാകുന്നു. അങ്ങനെ ഒരു നീചസ്ഥിതി കഴിഞ്ഞ് ദുർബലനായ ശുക്രൻ സ്വന്തം ക്ഷേത്രത്തിൽ, സ്വന്തം തറവാട്ടിൽ, മൂലം ക്ഷേത്രത്തിൽ വരികയാണ്. 1200 കന്നിമാസം 2-ാം തീയതി, അതായത് 2024 സെപ്റ്റംബർ മാസം 18-ാം തീയതി ഉച്ചയ്ക്ക് 1:45 ശുക്രൻ സ്വന്തം ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുകയാണ്. നമുക്ക് മേടം രാശി മുതൽ 12 രാശിക്കാരുടെയും ശുക്രൻ്റെ ഈ മാറ്റത്തുള്ള ശുഭാശുഭങ്ങൾ എപ്രകാരമാണെന്ന് ചിന്തിക്കാം. അടുത്തതായി ചിങ്ങം രാശിക്കാർക്ക് ഈ ശുക്രൻ്റെ ചാരവശാലുള്ള മാറ്റം എപ്രകാരമാണെന്ന് നമുക്ക് ചിന്തിക്കണം. മകം പൂരം ഉത്രം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴിക വരുന്ന 2.25 നക്ഷത്ര കൂട്ടമാകുന്നു ചിങ്ങൻ രാശി. ഈ ചിങ്ങൻ രാശിക്കാർക്ക് ശുക്രൻ അവരുടെ കർമ്മം, തൊഴിലിനെ ചിന്തിക്കേണ്ടുന്ന ഭാവമാകുന്നു. അതേ രീതിയിൽ അവരുടെ സഹായികൾ, ജോലിസ്ഥലത്തുള്ള തങ്ങളുടെ ആജ്ഞ അനുസരിക്കേണ്ടുന്ന വ്യക്തികൾ, തൻ്റെ സഹോദരങ്ങൾ, ഇതൊക്കെ ചിന്തിക്കേണ്ടുന്ന ഭാവമാകുന്നു. കർമ്മ വിഷയത്തിലേക്ക് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ശുക്രന് ദൗർബല്യമായിരുന്നു, നീചസ്ഥിതിയായിരുന്നു. അതിനാൽ ശുക്രൻ സ്വന്തം ക്ഷേത്രത്തിൽ കർമ്മമേഖലയിൽ ഒരു നല്ല ഉണർവ് പ്രകടിപ്പിക്കുന്നു. ഈ 3-ാം ഭാവത്തിൽ നിൽക്കുന്ന ചിങ്ങൻ രാശിക്കാർക്ക് പലപ്പോഴും ഹോരാചാര്യർ പറഞ്ഞിട്ടുണ്ട് കൃപണഹ എന്ന്. പലപ്പോഴും അവസരങ്ങളൊക്കെ ഈ സമയത്ത് നെറ്റിത്തടത്തിന് നേരെ വന്നാലും അനുഭവിക്കുമ്പോൾ ചില ക്ലേശങ്ങളും പ്രയാസങ്ങളും ഒക്കെ ചിങ്ങൻ രാശിക്കാർക്കുണ്ടാകാം. ആ വിഷയം വളരെയധികം ശ്രദ്ധിക്കണം. രതി സ്ത്രീജനെ ന എന്നാണ് ചമത്കാര ചിന്താമണിയിൽ ഫലം പറഞ്ഞിരിക്കുന്നത്. സ്ത്രീജനങ്ങളോട് രതി താല്പര്യമില്ലാത്തൊരവസ്ഥ വരുന്നു. ബന്ധുനാശക, തനിക്ക് ബന്ധുക്കളുടെ നാശമുണ്ടാകുന്നു. ഗുരുര്യസ്യ ദുശ്ചിൽക്കകോ ദാനവാന, 3-ാം ഭാവത്തിൽ ശുക്രൻ നിൽക്കുമ്പോൾ ഇപ്രകാരമുള്ള ഫലമാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു മധ്യമ ഫലത്തെയാണ് പറഞ്ഞിരിക്കുന്നത്. ന പൂർണ്ണോഭവേൽ പുത്രസൗഖ്യോബി, പലപ്പോഴും സന്താനങ്ങളുടെ ഒരു സുഖം, സന്താനങ്ങളെ കൊണ്ട് ശ്രേയസ് അനുഭവിക്കുകയില്ല. അവരുടെ സന്താനങ്ങളുടെ പല പ്രവർത്തനങ്ങളും തനിക്ക് മാനസികമായി അത്ര സുഖം ലഭിക്കുകയില്ല. സേനാപതിർ കാതരോ ദാനസംഗ്രാമകാലേ, പലപ്പോഴും ദാനം ചെയ്യുന്ന അവസരത്തിലും യുദ്ധം ചെയ്യുന്ന അവസരത്തിലും താൻ പകച്ചു പോകുന്നു, ഭയന്ന് പിന്മാറുന്നു. അതിനാൽ ദാനം ചെയ്യുകയാണെങ്കിൽ തനിക്ക് കഴിയുന്ന ദാനം മാത്രം പ്രോമിസ് ചെയ്യുക. പ്രോമിസ് ചെയ്ത് പിന്നെ അവസാനം അത് മാനസികമായ പ്രയാസങ്ങൾ ചിങ്ങം രാശിക്കാർക്ക് വരാൻ പാടില്ല. അതേ രീതിയിൽ സാഹസികമായ പ്രവർത്തനങ്ങൾ, ധൈര്യത്തോടുകൂടി ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ നിന്നും തൽക്കാലം പിന്മാറുന്നതാണ് നല്ലത്. സാഹസികത പ്രകടിപ്പിക്കേണ്ട ദിവസങ്ങളല്ല ഈ 24 ദിവസം. ഇവിടെ ദേവിപ്രീതി ചെയ്യുന്നത് വളരെയധികം ഗുണകരമായിരിക്കും. എല്ലാ വെള്ളിയാഴ്ചയും ദേവിക്ക് പുഷ്പാഞ്ജലി അർച്ചന ചെയ്യുക. അതേ രീതിയിൽ ഗണപതിക്ക് ഒരു ഗണപതി ഹോമം ചെയ്യുക. ഓം ഗം ഗണപതിയെ നമഃ എന്ന മന്ത്രങ്ങൾ ചൊല്ലി ആ ഗണപതിയുടെ അനുഗ്രഹം വാങ്ങുവാനും ചിങ്ങൻ രാശിക്കാർ വളരെയധികം ഉത്സാഹം കാണിക്കുക. അനുകൂലമായ ഒരു ഫലപ്രാപ്തിയെ നിങ്ങൾക്ക് ലഭിക്കട്ടെ.